ഹായ് ഹലോ ബീച്ചേഴ്സ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് വെളിച്ചം കണ്ടപ്പോൾ ഒന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ നമ്മൾ മുളക് മരത്തുമ്പോൾ കുറേ മുളക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ അറിയില്ല, മുളക് മരത്തിന് എന്തോ ഒരു ചെറിയൊരു കേട് പോലെ, മുളകൊക്കെ ഇങ്ങനെ ചീഞ്ഞ് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. അത് കണ്ടപ്പോൾ ബാക്കിയുള്ള മുളക് ഇങ്ങനെ പറിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ മഞ്ഞളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. നമ്മളെ ഓരോ ചാക്കിൽ കുഴിച്ച് അതിലന്ന് ചാക്കിൽ മഞ്ഞൾ ഇട്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് മുളച്ച് വരുന്നത്. മഴ പെയ്തപ്പോൾ മുളച്ചതാ തോന്നുന്നുണ്ട്. അപ്പോൾ മുളക് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യമൊക്കെ നല്ല എരിവുള്ള മുളക് തന്നെയാണ് കേട്ടോ. 2 മുളകൊക്കെ നമ്മൾ കറിയിലിട്ടാൽ തന്നെ പൊതുവെ നല്ല എരിവാണെന്ന് പറയും. ഇവിടെ എല്ലാവർക്കും കുറച്ച് എരിവ് കുറവ് മതി കേട്ടോ. അതുകൊണ്ട് നമുക്ക് മുളക് അത്രയ്ക്ക് ചിലവാവില്ല. അപ്പോൾ മുളകൊക്കെ പറിച്ചെടുത്ത് ഞാനിങ്ങനെ നമ്മളെ ചെടികളെ അടുത്തേക്ക് ഇങ്ങനെ പോയി തുടങ്ങി. ഇളം വെയിലിങ്ങനെ തട്ടുന്ന സമയത്ത് ചെടികളെ കാണാൻ നല്ല ഭംഗിയാണല്ലേ. അപ്പോൾ ചെടികളെയും കൃഷിയും നോക്കി നിന്നിട്ട് കാര്യമില്ല. ഇന്ന് സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ഇന്ന് അച്ചുമോള് സ്കൂളിൽ SPCൻ്റെ മീറ്റിംഗ് ആണ് കേട്ടോ. അവർക്ക് SPC സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഫസ്റ്റ് മീറ്റിംഗ് ആണ് എന്നുള്ളത്. അപ്പോൾ ഒന്ന് ചെല്ലേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ടീച്ചർ വിളിച്ചായിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. 10 മണിക്കാണ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഏകദേശം 12 മണിയായപ്പോഴേക്കും മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി. ഇപ്പം ഞാനും ചേട്ടനും കൂടി പോകുന്ന വേറൊരു സാധനം വാങ്ങാനാണ് കേട്ടോ. പോകുമ്പോൾ തന്നെ മഴയെ ചാറിക്കൊണ്ട് നിന്നപ്പോൾ ഏട്ടൻ കോട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കോട്ടില്ലാത്തതുകൊണ്ട് ഞാൻ കുട പിടിച്ചാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. കുട വണ്ടിയിൽ പോകുന്നതിനനുസരിച്ച് പാറി പോകുന്നതുകൊണ്ട് ഞാനത് മുറുക്കെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ കയറി പോണത് മൺചട്ടി വാങ്ങാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ മൺചട്ടി ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്തു നിന്നാണ് ചട്ടി സാധാരണ വാങ്ങാറുള്ളത്. എൻ്റെ അടുത്തുള്ള ചട്ടിയൊക്കെ പൊട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ ചട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ല അടിപൊളി ചട്ടിയാണ് ഇവരുടെ അടുത്തു നിന്ന് വാങ്ങിയതൊക്കെ കേട്ടോ. അപ്പോൾ ഒരു പത്തിരിച്ചട്ടിയും നമ്മൾ കറി വെക്കാനുള്ള ഒരു ചട്ടിയാണ് നമ്മൾ വാങ്ങാൻ പോയിരുന്നത്. പക്ഷെ കണ്ടപ്പോൾ എല്ലാ ചട്ടിയും എടുക്കാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗി ഡിസൈനിലും മോഡലിലൊക്കെ കണ്ടപ്പോൾ എല്ലാ ചട്ടിയും എനിക്ക് എടുക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ടതൊക്കെ എടുത്തു വെച്ചോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കറിക്കുള്ളൊരു ചട്ടി, ഈ കറിക്കുള്ള ചട്ടി ഞങ്ങൾ ഇത്രയും വലുതൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല. എന്നാലും എല്ലാവരും വരുമ്പോഴൊക്കെ എടുക്കാറ് ഇങ്ങനത്തെ ചട്ടിയാണ് എടുക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വാലിലെ ചട്ടി കാണുമ്പോൾ നല്ല ഭംഗി കേട്ടോ. അപ്പോൾ ഇതും കൊണ്ട് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവിടുന്ന് ഒരു ഗ്ലാസും കൂടെ വാങ്ങിയിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് കയറിയപ്പോൾ അച്ചുമോളുണ്ട് നല്ല സപ്പോർട്ട് എടുത്താണ്ട് ജ്യൂസ് അടിക്കാൻ നിൽക്കുന്ന കേട്ടോ. അപ്പോൾ ഉണ്ട് കൂടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവരെപ്പോഴേയും കയറുന്നല്ലോ അടുക്കളയിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വഴി പോയതേ ഇല്ല. അവരുണ്ടാക്കട്ടെ വിചാരിച്ച് നിന്നിട്ടോ. അപ്പോൾ സപ്പോർട്ട് അത്യാവശ്യം പഴുത്ത സപ്പോർട്ട് തന്നെയായിരുന്നു. അപ്പോൾ അവളത് സപ്പോർട്ട് തോലൊക്കെ ചിരണ്ടി എടുത്താണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പോയപ്പോൾ അമ്മ അതെടുത്തരി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെല്ലം അവിടെ നിന്ന് മുങ്ങിയതാണ്. അവൾ സ്വന്തമായിട്ട് എടുക്കട്ടെ, എപ്പോഴേയും കയറുന്നല്ലേ. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അടിപൊളി മഴ വെച്ചാൽ അടിപൊളി മഴ. ഇത് തറവാട്ടിൽ നിന്ന് കൊടുത്തയച്ച ചക്കയായിരുന്നു കേട്ടോ. അമ്മ കൊടുത്തയച്ചേന്ന് ഏട്ടൻ്റെ കൂടെ. അതേപോലെ ഈ പച്ചമുളക് കേട്ടോ. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയ സന്തോഷങ്ങളും വിശേഷങ്ങളായിട്ട് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.